കോഴിക്കോട് നിന്നും ഒരു യുവതി ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി കോട്ടയത്തെത്തി. അന്നേ ദിവസം തന്നെ തിരിച്ചു പോരാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അവർ കോട്ടയത്തെത്തിയത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവർക്കന്ന് തിരിച്ചു പോരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം കോട്ടയത്ത് താമസിക്കാം എന്നവർ തീരുമാനിച്ചു. ഒരുപാട് ഹോസ്റ്റലുകളിൽ അവർ കയറി ഇറങ്ങി. പക്ഷേ അവർക്ക് വേണ്ട താമസ സൗകര്യം ലഭ്യമായില്ല. അങ്ങനെ അവർക്ക് വേണ്ട ഒരു മുറി കിട്ടിയത് ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം അവരവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഒരു മുറി ഒഴിവുണ്ട്, പക്ഷേ ഒരുപാട് കാലങ്ങളായി അടച്ചിട്ടിട്ടുള്ള ഒരു മുറിയാണ് അത്. ഇവർ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് ഇന്നേ ദിവസം കോട്ടയത്ത് നിന്നേ പറ്റൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ മുറി വേണം. അങ്ങനെ 2-2.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്ക് ആ മുറി ലഭ്യമായി. അവർ അവരുടെ ലഗേജും കാര്യങ്ങളും കൊണ്ട് ആ മുറിയിലേക്ക് യാത്രയായി. പക്ഷേ പോകുന്ന വഴിക്ക് ആ ഹോസ്റ്റലിലുള്ള എല്ലാവരും അവരെ ഒരല്പം അത്ഭുതത്തോടു കൂടിയും ഭയത്തോടു കൂടിയുമായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടായിരിക്കാം അത്. അങ്ങനെ അവർ ആ മുറിയിലേക്ക് കടന്നു. അവരെ പരിചയപ്പെടാൻ വേണ്ടി 2 യുവതികൾ അവരുടെ അടുത്തേക്ക് വന്നു. പരിചയപ്പെട്ടതിന് ശേഷം അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നെ ഭയത്തോടു കൂടി നോക്കുന്നത്? അവർ പറഞ്ഞത് ഒരു ഞെട്ടിപ്പിക്കുന്ന കഥയായിരുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പേ ഈ മുറിയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു. അവളെ ആരൊക്കെയോ ചേർന്ന് ശാരീരികമായി പീഡിപ്പിച്ചു. അതിന് അവൾ ഈ മുറിയിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അതുമാത്രമല്ല, പലപ്പോഴും ഈ മുറിയുടെ പരിസരങ്ങളിലായി കത്തിക്കരിഞ്ഞ ഒരു രൂപം പലരും കണ്ടിട്ടുണ്ടത്രേ. അതിൻ്റെ ഭയം കൊണ്ടായിരിക്കാം പലരും താങ്കളെ നോക്കിയിരുന്നതെന്ന് പറഞ്ഞു. അവർക്ക് ആദ്യം ഭയം തോന്നി. പിന്നീട് വിചാരിച്ചു, ഈ പ്രേതവും ഭൂതമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മുറിയിൽ സുഖമായി താമസിക്കാം. അങ്ങനെ അവർ ആ മുറിയിൽ താമസിക്കാൻ തുടങ്ങി. എങ്കിലും അവരുടെ മനസ്സ് അതിനവരനുവദിച്ചില്ല. അവർ അന്നേ ദിവസം ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. പെട്ടെന്ന് കറണ്ട് പോയി. പൊടുന്നനെ അവരുടെ മുറി മുഴുവൻ രൂക്ഷമായൊരു ഗന്ധം നിറഞ്ഞു. അവർക്കവിടെ ഇരിക്കാൻ പറ്റാതെയായി. അവർ മെല്ലെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്തോ ഒന്നിൽ ചവിട്ടിയതുപോലെ അവർക്ക് തോന്നി. അത് നല്ല പതുപതത്തൊന്നായിരുന്നു. അതിന് നല്ല ചൂടുണ്ടായിരുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവർ മെല്ലെ തൊട്ടു നോക്കി. അവരുടെ വിരലുകളിലേക്ക് എന്തോ ഒന്ന് അടർന്നു പിടിച്ചതുപോലെ അവർക്ക് തോന്നി. അവർ മെല്ലെ അത് മണത്തു നോക്കി. അതിന് കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധമായിരുന്നു. അവരാകെ ഭയന്ന് ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് കറണ്ട് വന്നു. അവരുടെ മുറിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഗന്ധം പോലും. അവരാകെ ഭയന്ന് കട്ടിലിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്തു നിന്ന് ആരോ അതിശക്തമായി വാതിലിലടിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അവർ മെല്ലെ ഭയന്ന് വാതിൽ തുറന്നു നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ള മുറികളിലേക്ക് നോക്കി. ഒരു മുറിയിലും വെളിച്ചമുണ്ടായിരുന്നില്ല. ആരാണ് തന്നെ ഇപ്പോൾ തട്ടി വിളിച്ചത്? അവരാകെ ഭയന്നു. തിരിച്ച് റൂമിലേക്ക് കയറാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ രാത്രി മുഴുവൻ ആ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അധികമായിരുന്നു. എന്നാൽ മറ്റൊരു വഴിയും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ മുറിയിലേക്ക് തിരിച്ചു നടന്നു. മുറിയിൽ കയറി വാതിലടയ്ക്കാൻ നേരം അവർ നേരെ മുമ്പിൽ കണ്ടു വികൃതമായ കത്തിക്കരിഞ്ഞ ആ സ്ത്രീരൂപം തന്നെ നോക്കി നിൽക്കുന്നത്. എന്നാൽ അതിനുശേഷം അവർ പെരുമാറിയിരുന്നത് ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ പോലെയായിരുന്നു. അവർ പലപ്പോഴും പറയുമായിരുന്നു, എൻ്റെ ശരീരം എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് പൊള്ളുന്നുണ്ട്, എന്നെ ആരൊക്കെയോ ശാരീരികമായി പീഡിപ്പിച്ചു. പലപ്പോഴും അവർ സംസാരിച്ചത് കാടിനെക്കുറിച്ചും മലകളെക്കുറിച്ചും വെള്ളച്ചാട്ടത്തെക്കുറിച്ചുമാണ്. പിന്നീടാണ് അറിഞ്ഞത് ആ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി ഒരു ആദിവാസി പെൺകുട്ടിയാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പ്രേതം എന്നൊന്നുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മനുഷ്യനെ ബാധിക്കുന്ന ഒന്നാണോ? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്.
1952 സെപ്റ്റംബർ 21 ജർമ്മനിയിൽ അനലിസ് മിഷേൽ എന്ന പെൺകുട്ടി ജനിച്ചു. ഒരു സാധാരണ പെൺകുട്ടിയായിട്ടാണ് അവൾ ജനിച്ചത്. എന്നാൽ പിന്നീട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതായിരുന്നു അവളുടെ ജീവിതം. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ തൻ്റെ മകൾക്ക് മാനസികമായി എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്ന് അവരുടെ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡോക്ടർമാരെ അവർ കാണിച്ചിട്ടുമുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു അസുഖത്തിലൂടെയാണ് മിഷേൽ കടന്നു പോകുന്നത് എന്നാണ്. എന്നാൽ മിഷേലിൻ്റെ അഭിപ്രായത്തിൽ അവളുടെ ശരീരത്തിൽ ഏതാണ്ട് 7ഓളം ആത്മാക്കൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. എന്നാൽ മാതാപിതാക്കൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വളരും തോറും അവളുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവർ കണ്ടു തുടങ്ങി. പലപ്പോഴും അപരിചിതരെ അവൾ ഉപദ്രവിക്കുമായിരുന്നു. പ്രാണികളെ അവൾ തിന്നുമായിരുന്നു. പല ഭാഷകളിലും അവൾ സംസാരിക്കുമായിരുന്നു. അവളുടെ ഉള്ളിൽ നിന്നും പലപ്പോഴും പല പേഴ്സണാലിറ്റീസ് പുറത്തേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരും വിശ്വസിച്ചു തുടങ്ങി ഇവളുടെ ഉള്ളിൽ ഒരുപാട് ആത്മാക്കൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഇവരുടെ ചർച്ചിൽ ചെന്ന് എക്സോസിസം ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങി. ഏകദേശം 9 മാസത്തെ എക്സോസിസത്തിനൊടുവിൽ മിഷേൽ നമ്മളെ വിട്ടു പോവുകയായിരുന്നു. അവളുടെ മരണകാരണം ഡീഹൈഡ്രേഷനും മാൽന്യൂട്രീഷനുമായിരുന്നു. ഈ ഒരു അസുഖത്തെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതൊരു അസുഖമാണോ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഇതൊരു അസുഖം തന്നെയാണ്. നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരസുഖം. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ ഒരസുഖമായിട്ട് കാണാൻ പലർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. അതിന് പ്രധാനമായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് ശരിക്കും നമ്മളുടെ ശരീരത്തിലെ ഒരു ഭാഗം, അതായത് തലച്ചോറ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു മാറ്റം കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു അസുഖം വരുന്നത്. പലരും പറയുന്നത് പണ്ടെപ്പോഴോ ചെറുപ്പത്തിലെപ്പോഴോ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ അപകടങ്ങൾ, ഭയം എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തുന്നത് എന്നാണ് പലരും പറയുന്നത്. അതായത് നമ്മൾക്ക് ഇത്തരത്തിലുള്ള അസുഖമുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ തലച്ചോറിലെ 3 ഭാഗങ്ങൾ ഹിപ്പോകാമ്പസ്, അമിഗ്ദല, ഓർബിറ്റോഫ്രണ്ടൽ കോർട്ടെക്സ്, ഈ 3 ഭാഗങ്ങളിലും വരുന്ന റിഡക്ഷൻ കാരണമാണ് നമുക്ക് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അതായത് അമിഗ്ദല നമുക്ക് എല്ലാവർക്കും അറിയാം, പല വീഡിയോസിലും നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അമിഗ്ദല. നമുക്ക് ഇമോഷൻസ് വരുന്നത് അമിഗ്ദലയാണ്. അതുപോലെ തന്നെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഏരിയയാണ് നമുക്ക് ലോങ് ടേം മെമ്മറി നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു സ്ഥലം. അതുപോലെ തന്നെ ഓർബിറ്റോഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മൾ യുക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത്. ഈ 3 കാര്യങ്ങളും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ തന്നെ ഒരു തരത്തിൽ നമ്മൾ ബാധ കയറിയ പോലെ തന്നെയാണ് പെരുമാറുക, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് മാത്രമല്ല, ഈ അസുഖമുള്ള ആളുകൾ, അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് ഒരല്പം സൂപ്പർ നാച്ചുറൽ പവർ കൂടി മറ്റുള്ളവർക്ക് തോന്നിയാൽ പിന്നെ ഇതിനെ അസുഖമായിട്ട് കാണാതെ ബാധ കയറിയതായിട്ട് തന്നെ തോന്നും. അങ്ങനെ ചില സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളും ഈ അസുഖബാധിതർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? DID പേഷ്യൻസിന് ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതവും ഭൂതവും മാത്രമല്ല, നാച്ചുറലായിട്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ സൂപ്പർ നാച്ചുറൽ എന്നാണ് വിളിക്കുക, അല്ലേ? മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ മുകളിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെ അമാനുഷികമായിട്ട് വിളിക്കും. നമ്മൾ ഈ പറയുന്നത് പോലെ സൈക്കോളജിയുടെ മുകളിലുള്ള ചിന്തകളെയാണ് നമ്മൾ പാരാസൈക്കോളജി എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ചിന്തകളുടെ മുകളിലുള്ളതിനെ നമ്മൾ പാരാനോർമൽ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഒരു വാക്കാണ് സൂപ്പർ നാച്ചുറൽ. ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു DID പേഷ്യൻറ്റിന് അവരുടെ കണ്ണിൻ്റെ കളർ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ BP അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു DID പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റും. ഇത് പാരാസൈക്കോളജി അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. ഇതിനെ നമുക്ക് ESP എന്ന് വിളിക്കാം, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. എന്താണ് ESP? ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അതായത് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത്. അതിൻ്റെ പുറമെ ഒരു ഇന്ദ്രിയം, ഒരു 6ാം ഇന്ദ്രിയം അല്ലെങ്കിൽ ഒരു 6th സെൻസ്, അതിനെയാണ് നമ്മൾ ESP എന്ന് വിളിക്കുന്നത്, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 പേരെ നമുക്കെടുക്കാം, എല്ലാ അവയവങ്ങളുള്ള 2 പേര്. ഇതിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും രണ്ടാമത്തെ ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. ഈ 2 കൈയും നമുക്ക് ഒരേപോലെ കറക്കാൻ പറ്റും. എന്നാൽ ചിലർക്ക് മാത്രമേ ഇതിനെ മുമ്പോട്ടും ഇതിനെ പിന്നോട്ടും കറക്കാൻ പറ്റൂ. ഇങ്ങനെ
ഇത് ചില ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് നമുക്കെല്ലാവർക്കും എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ല. അത് പ്രൂവനാണ്. അതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ അസുഖമുള്ള ആളുകൾക്ക് ചില ESPs വർക്കൗട്ട് ആവും. അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നല്ലേ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ബി പി കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും ഒരു മനുഷ്യന് പറ്റില്ല. അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഉപ്പ് കുറച്ചിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടോ ഒക്കെ BP കൺട്രോൾ ചെയ്യാം. ഇതങ്ങനെയല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ BP ഷൂട്ട് ചെയ്യിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ BP ഡൗൺ ചെയ്യിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യിക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കാം. കാരണം പല കേസസിലും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല പേഴ്സണാലിറ്റീസും ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ചില പേഴ്സണാലിറ്റി, അതായത് ഒരാളുടെ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം അലർജി ഉണ്ട് എങ്കിൽ, മരിച്ച ആൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം അലർജി ഉണ്ട് എങ്കിൽ, എൻ്റെ ശരീരത്തിനുള്ളിൽ ആ ആത്മാവാണ് എങ്കിൽ ആ അലർജി എനിക്കുണ്ടാക്കാൻ പറ്റും. അതൊരു തരത്തിൽ ഒരു ESP ആണ്. അതുപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നതാണ് ഈ DID പേഷ്യൻസിൻ്റെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. എന്തൊക്കെയാണ് ഇവർ അംഗീകരിക്കുന്ന ESPs എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ESP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എന്നാൽ നമ്മുടെ DID പേഷ്യൻസിന് ഇതുവരെ പ്രൂവനായിട്ടുള്ള ESPs ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു ESP ആണ് ടെലിപതി. ടെലിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ടെലിപതി എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. അത് ടെലി എന്ന് പറയുന്നതും പാത്തോസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എടുത്തിട്ടാണ് ടെലിപതി എന്ന് പറയുന്നൊരു പേരുണ്ടാക്കിയത്. ടെലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻറ്റ്, നമ്മൾ ടെലിസ്കോപ്പ് എന്നൊക്കെ പറയുന്നതിൽ ടെലി ഡിസ്റ്റൻറ്റ്. പാത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ്, അതായത് എത്ര ദൂരെ നിങ്ങൾ നിന്നാലും ആ ഒരു ഫീലിംഗ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും കണ്ടിട്ടുള്ളത് ട്വിൻസിൻ്റെ ഇടയിലും ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലും ലവേഴ്സിൻ്റെ ഇടയിലൊക്കെയാണ്. അതായത് മറ്റൊരാൾ അടുത്തില്ലെങ്കിൽ പോലും അയാളുടെ ഫീലിംഗ് നമുക്കറിയാൻ പറ്റും എന്നുള്ള സംഭവം. ഇത് സയൻസ് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ടെലിപ്പത്തി എന്ന് പറയുന്ന സംഭവം സൈക്കോളജി ഏകദേശം 75% അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 75% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ESP എന്ന് പറയുന്നതിന് ESP കാർഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ESP കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 5 കാർഡുകളാണ്. ഈ കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ESP അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ കാർഡുകൾ ജസ്റ്റ് മടക്കി വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കമഴ്ത്തി വെച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ അടുത്തുള്ള ഒരാൾ ഒരു കാര്യം ചിന്തിച്ചാൽ, അതായത് നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യം ചിന്തിച്ചാൽ എനിക്ക്, അതായത് ഏത് കാർഡാണോ അയാൾ ചിന്തിക്കുന്നത് ആ സാധനം എനിക്കിവിടെ എടുക്കാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ ടെലിപ്പതി അവർ ടെസ്റ്റ് ചെയ്യുന്നത് ESP കാർഡ്സിലൂടെ. ഇത്തരം ടെസ്റ്റുകളിലൂടെ ഏകദേശം ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ടെലിപ്പതി 75% പ്രൂവൻ ആണെങ്കിൽ ഒരു DID പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതായത് അവൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു പോയാൽ, അത് കാമുകിയാവട്ടെ, ഒരു ട്വിൻ ബ്രദർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സുഹൃത്താവട്ടെ, ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്താവട്ടെ, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ അവന് സംസാരിക്കാൻ പറ്റും. അവൻ്റെ ഫീലിംഗ് മനസ്സിലാക്കിയിട്ട് അവനെപ്പോലെ തന്നെ പെരുമാറാൻ പറ്റും. സോ ടെലിപ്പതി ഒരു കാരണമായേക്കാം. ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്ത് മരിച്ചാൽ അവൻ്റെ ആത്മാവ് എങ്ങനെയാണ് അവൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തിലേക്ക് കയറുന്നത് എന്നിപ്പോൾ മനസ്സിലായില്ലേ? അതിൻ്റെ പേരാണ് ടെലിപ്പതി, അല്ലാതെ വേറെ ആത്മാവ് കയറുന്നൊന്നുമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ചില ആത്മാക്കൾ നമ്മളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചില ആത്മാക്കൾ നമ്മളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും, യഥാർത്ഥത്തിൽ ഒരു ആത്മാവ് കയറിയാൽ മാത്രമല്ലേ നമുക്ക് പ്രവചിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ പറ്റുക? ഒരിക്കലുമല്ല. പാരാസൈക്കോളജി പറയുന്നത് ഇതിൻ്റെയും കാരണം ESP തന്നെയാണ് എന്നാണ്. അതായത് പ്രീകോഗ്നിഷൻ അല്ലെങ്കിൽ പോസ്റ്റ് കോഗ്നിഷൻ എന്ന് പറയുന്ന ESP. പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നൊരു കാര്യം നമുക്ക് ഇപ്പോഴേ പറയാം. അതേപോലെ തന്നെ പോസ്റ്റ് കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം, നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഊഹിക്കാം എന്നാണ് പറയുന്നത്. ഇതിനെ തെളിയിക്കുന്നതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ESP കാർഡ്സ് വെച്ചിട്ടാണ്. അതായത് ഈ ESP കാർഡ്സിൻ്റെ ഒരു സെറ്റ് എടുക്കുക. ആ സെറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ ആദ്യമേ പ്രീകോഗ്നിഷൻ ചെയ്യുന്ന ആൾ എഴുതി വയ്ക്കും. ആ കഴിവുള്ള ആൾ, ആ ESP ഉള്ള ആൾ എഴുതി വയ്ക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ സാധനം കശക്കി വയ്ക്കുക. കശക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം നോക്കുമ്പോൾ അയാൾ എഴുതിയിട്ടുള്ള അതേ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടാവുക. അതായത് അയാൾ ഇതിനു മുമ്പേ ഇത് ഏത് ഓർഡറിലായിരിക്കും വരിക എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത് ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളതിൽ ഏകദേശം 75% പ്രൂവനാണ്. ഇതേപോലെ തന്നെ പോസ്റ്റ് കോഗ്നിഷൻ,
പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കേരള പോലീസിൻ്റെ കേസസ് വരെ പ്രേതങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ശരിക്കും പ്രേതങ്ങളല്ല, പോസ്റ്റ് കോഗ്നിഷൻ ESP ഉള്ള ഒരു മനുഷ്യനാണ്, അല്ലാതെ പ്രേതമല്ല. ഇനി അടുത്തതാണ് ക്ലെയർവോയൻസ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ക്ലെയർവോയൻസിനെ കുറിച്ച്. പല ആളുകളും, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംഭവമാണ് ക്ലെയർവോയൻസ്. അതായത് ക്ലെയർവോയൻസ് എന്ന് പറയുന്ന വാക്കൊരു ഫ്രഞ്ച് വേർഡാണ്. ക്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ എന്ന് തന്നെയാണ് അർത്ഥം. വോയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷൻ എന്നാണ് അർത്ഥം. അതായത് പലപ്പോഴും നമ്മൾക്ക് ദൂരെ എവിടെയോ നടക്കുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതായത് നമ്മൾ ചിലപ്പം നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും അവിടെ ഇല്ലെങ്കിൽ പോലും ദൂരെ എവിടെയോ നടക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ അറിയാൻ പറ്റും. അത് സാധാരണ മനുഷ്യരിൽ തന്നെ പലപ്പോഴും പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ ഞാനത് ഇവിടെ അറിയുന്നുണ്ടായിരുന്നു, പല ആളുകളും അവിടെ മരിച്ചപ്പോൾ അയാളെ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനി നമുക്ക് ക്ലെയർവോയൻസ് എന്ന് വിളിക്കാം. ഇത് ഏറ്റവും കോമൺ ആയിട്ട് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ DID പേഷ്യൻസിൽ കുറച്ചും കൂടി പവർ കൂടുതലായിരിക്കും. അതായത് അവിടെ നടക്കുന്നൊരു സംഭവങ്ങൾ ഇവിടെ അവർക്ക് പറയാൻ പറ്റും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് സൈക്കോകിനൈസിസ്. ഇത് എത്രത്തോളം ശരിയാണ് എന്നെനിക്ക് അറിയില്ല, പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി. അതായത് പല ആളുകൾക്കും നമ്മൾ പല സിനിമകളിലും സൂപ്പർ നാച്ചുറാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടത്തിലൂടെ, നമ്മൾ യോധ എന്ന സിനിമയിൽ കണ്ടിട്ടില്ലേ, ഒരു നോട്ടത്തിലൂടെ ഗ്ലാസ് നീക്കാൻ പറ്റുക, അതുപോലെ തന്നെ ഒരു നോട്ടത്തിലൂടെ വാച്ച് നിർത്താൻ പറ്റുക, ഒരു നോട്ടത്തിലൂടെ ക്ലോക്ക് എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റുക, മണിച്ചതുകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈക്കോകെനൈസിസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ പല രീതികളിലുണ്ട്. അതായത് ഹൈഡ്രോകെനൈസിസ് ഉണ്ട്, പൈറോകെനൈസിസ് ഉണ്ട്, ബയോകെനൈസിസ് ഉണ്ട്. ഹൈഡ്രോകെനൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴുകുന്ന വെള്ളത്തിനെ നോട്ടം കൊണ്ട് നിർത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ പൈറോകെനൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു സാധനത്തിനെ കത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല, പക്ഷേ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോകൈനസിസിൽ പല ആളുകളും ടെസ്റ്റിൽ വിജയിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയസില്ലേ, അതായത് പാമ്പ് മോണിക്ക് നമ്മളിടുന്ന ഡയസ്, ഈ ഡയസ് മുകളിലേക്ക് എറിയും. മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം അവർ പറയുന്നതായിരിക്കും താഴെ വീഴുക. അതായത് നമ്മൾ ഇപ്പോൾ 1 ആണ് വരേണ്ടത് എങ്കിൽ അവർ പറയും 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെ വരും. ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളിംഗ് സമയത്ത് അവർ തീരുമാനിക്കും എന്താണ് താഴെ വരേണ്ടത് എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 65% പ്രൂവനാണ് ഈ പാരാസൈക്കോളജിസ്റ്റുകളുടെ ഒരു ടെസ്റ്റ് പ്രകാരം. അതായത് ഡയസ് മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴെ വീഴുമ്പോൾ 65% ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഇത് മൊത്തത്തിൽ എല്ലാം ഏകദേശം ഒരു സ്യൂഡോ സയൻസ് ആണ്. അതായത് നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. കാരണം പാരാസൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ അതിലൊരു സൈക്കോളജി ഉണ്ട് എന്ന് തന്നെയുള്ളൂ. ഒരിക്കലും സയൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല പാരാസൈക്കോളജി. പക്ഷേ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു ശാഖയാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. പ്രേതം ഒരു മനുഷ്യനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പലപ്പോഴും പ്രേതമുണ്ട് എന്ന് പലരും പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരു മനുഷ്യനിലേക്ക് പ്രേതം ആവാഹിക്കുമ്പോൾ അവൻ കാണിക്കുന്ന ചില സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ നിരയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ പ്രേതം കയറിയിട്ടുണ്ട് എന്ന് പലരും പറയുന്നത്. സത്യത്തിൽ ഇതൊരു സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് പലപ്പോഴും അറിയാം, അതായത് ചെവി കേൾക്കാത്ത ഒരാൾക്ക് കാഴ്ച വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് കേൾവി ശക്തി വളരെ കൂടുതലായിരിക്കും, അല്ലേ? ഇതുപോലെ ഓരോ കാര്യങ്ങളും കുറവാകുമ്പോൾ പല കാര്യങ്ങളും കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ നേരത്തെ ഞാൻ പറഞ്ഞ അമിഗ്ദല ആയാലും ശരി, ഹിപ്പോകാമ്പസ് ആയാലും ശരി, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ആയാലും ശരി, ഇവരുടെയൊക്കെ പ്രവർത്തനം ഒന്ന് കൺട്രോൾഡ് ആകുമ്പോൾ മറ്റ് ചില ഇന്ദ്രിയങ്ങൾ, മറ്റ് ചില സെൻസസ് അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യും. സോ അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ മറ്റൊരാളുടെ ആത്മാവ് ശരീരത്തിൽ കയറിയത് കൊണ്ട് അല്ല. ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ DID എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഡിസീസാണ്. ഒരു ഹാർട്ട് ഡിസീസ് പോലെ, അല്ലെങ്കിൽ ഒരു കിഡ്നി ഡിസീസ് പോലെ, അല്ലെങ്കിൽ ഒരു ലിവർ ഡിസീസ് പോലെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു അസുഖം വരുന്നതിൻ്റെ പ്രധാന കാരണം ചെറുപ്പത്തിലൊക്കെ അവരനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടലുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ മായാതെ കിടക്കുന്ന ചില പേടിയായിരിക്കാം, അവർ പണ്ട് അനുഭവിച്ച സെക്ഷൽ ഓർ ഫിസിക്കൽ അബ്യൂസ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് പലപ്പോഴും ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ പോലുള്ള അസുഖങ്ങളാവാനുള്ള കാരണം. സോ ഇതിന് ഏറ്റവും വലിയൊരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി അവരോട് അറ്റാച്ച്ഡ് ആവുക എന്നുള്ള കാര്യമാണ്. അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത